അപ്പോൾ നമുക്കിനി മൊഡ്യൂളിൽ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണ് ബേയേഴ്സ് തിയറം. ബേയേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേയേഴ്സ് തിയറവും അതിൻ്റെ പ്രൂഫും ചോദിക്കാറുണ്ട്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും പഠിക്കാം. ബേയേഴ്സ് തിയറം എന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാമ്പിൾ സ്പേസ് ഉണ്ട്. എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് ഉണ്ട്. ആ സാമ്പിൾ സ്പേസിന് കറസ്പോണ്ടിങ് ആയി n മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഉണ്ട്. എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് B1 B2 എക്സെട്ര B എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിൻ്റെ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടണം. അപ്പോൾ ഒരു സെറ്റിൻ്റെ എ എന്ന് പറയുന്നൊരു സെറ്റിൻ്റെ സെറ്റിന് n എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A1 A2 എക്സെട്ര AN ആണ് ആ ഇവൻറ്റ്സ് എങ്കിൽ A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AN എന്ന് പറയുന്നത് എന്ത് കിട്ടണം? ആ ഏത് കിട്ടണം? മെയിൻ സെറ്റ് കിട്ടണം. അപ്പം എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇവൻറ്റ്സിൻ്റെ യൂണിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ മെയിൻ സെറ്റ് കിട്ടണം. അപ്പം ഇവിടെ എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ അതിൻ്റെ എന്താണ് എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് B1 B2 എക്സെട്ര BN. അപ്പം B1 യൂണിയൻ B2 യൂണിയൻ എക്സെട്ര BN എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആയിരിക്കണം. അതാണ് ഈ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് മീൻ ചെയ്യുന്നത്. സച്ച് ദാറ്റ് P of BI ഗ്രേറ്റർ ദാൻ 0. പ്രോബിലിറ്റി ഓഫ് BI എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്നുവെച്ചാൽ എന്താണ് അത് ഇമ്പോസിബിൾ ഇവൻ്റ് അല്ല. ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇമ്പോസിബിൾ ഇവൻറ്റും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതല്ല, പോസിബിൾ ഇവൻറ്റ്സ് ആണ്. I equal to 1 to etc. n. Let A be an event of S for which P of A greater than 0. Then the probability for the event BI given the event A is P of BI given A equal to P of BI into P of A given BI divided by summation I from 1 to n P of BI into P of A given BI. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്. B1 B2 എക്സെട്ര BN എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഇവൻ്റ് ഓഫ് എന്താണ് എസ് ആണ്. ഈച്ച് P of BI എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു ഇവൻ്റാണ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് BI ഗിവൺ എ എന്ന് പറയുന്നത് എന്താണെന്നാണ് കൊടുത്തേക്കുന്നത്. ഇക്വേഷനാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് BI ഗിവൺ എൻ്റെ ഇക്വേഷനാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ബേയേഴ്സ് തിയറം. നമുക്ക് ബേയേഴ്സ് തിയറം എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുവെച്ചാൽ എക്സ്ക്ലൂസീവ് സാമ്പിൾ സ്പേസിൽ ഒരു എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് വന്നിട്ട് അതിൽ വേറൊരു ഇവൻറ്റ് എ എടുക്കുകയാണെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് എക്സ്ക്ലൂസീവ് ഇവൻറ്റ് ഗിവൺ എ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള ഇക്വേഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. From the definition, P of probability of BI given A equal to probability of A intersection BI divided by P of A. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പ്രോബബിലിറ്റി ഓഫ് BI given A അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് BI given A. ഈ പ്രോബബിലിറ്റി ഓഫ് BI given A എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് BI given A. അപ്പം ഇതിൻ്റെ നമ്മൾ ബൈ ഡെഫിനിഷൻ ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഈ പ്രോബബിലിറ്റി ഓഫ് BI ഗിവൺ എന്നെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റീൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ P of A. അപ്പോൾ ആ ഡെഫിനിഷൻ ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? P of BI ഗിവൺ A ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ BI ബൈ P of A. ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം പഠിച്ചായിരുന്നു. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താണ് പറയുന്നത്? A ഇൻ്റർസെക്ഷൻ B ഈക്വൽ ടു P of B ഇൻറ്റു P of A ഗിവൺ B. അല്ലെങ്കിൽ നമുക്ക് P of A ഇൻ്റർസെക്ഷൻ Bനെ P of B ഇൻറ്റു P of B ഗിവൺ A. ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം. അത് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ BIനെ നമ്മൾ മാറ്റി എഴുതുകയാണ്. പ്രോബബിലിറ്റി ഓഫ് BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BI ബൈ P of A. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇവിടെ നിങ്ങൾ തൊട്ടടുത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു വെൻ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നതാണ് നമ്മളുടെ സാമ്പിൾ സ്പേസ്. അതിനെ B1 B2 എക്സെട്ര BN എന്താണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഉണ്ട്. അതിൽ ഒക്കർ ചെയ്യുന്ന ഒരു ഇവൻ്റാണ് A എന്ന് പറയുന്നത്. അതാണ് വെൻ ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന A എന്ന് പറയുന്ന ഒരു ഇവൻ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ A ഇൻ്റർസെക്ഷൻ S എന്താണ്? A ഇൻ്റർസെക്ഷൻ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് A തന്നെയായിരിക്കും അല്ലേ? കാരണം എസ്സിലെ ഒരു ഇവൻ്റ് ആയിരിക്കും A എന്ന് പറയുന്നത്. എസ്സിലെ എലമെൻറ്റിൻ്റെ കളക്ഷൻ ആയിരിക്കും എയിൽ ഉണ്ടാവുക. A സബ്സെറ്റ് ഓഫ് S ആയിരിക്കും. അപ്പം A ഈക്വൽ ടു A ഇൻ്റർസെക്ഷൻ S ആണ്.
എസ് എന്ന് പറയുന്നത് എന്താ? യൂണിയൻ ഓഫ് ബി ഐസ് ആണ്. കാരണം ബി ഐസ് ആർ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. സോ എസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ബി ഐസ് ആണ്. സോ എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഓഫ് ബി ഐസ്. ഇനി നമ്മൾ യൂണിയനെ പുറത്തെടുത്ത് എഴുതുന്നു. യൂണിയൻ ഐ ഫ്രം 1 to n എ ഇൻ്റർസെക്ഷൻ ബി ഐ. എന്നിട്ട് നമ്മൾ എനെ എ ഈക്വൽ ടു യൂണിയൻ ഓഫ് ഐ ഫ്രം 1 to n എ ഇൻ്റർസെക്ഷൻ ബി ഐ എന്നാണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ പി ഓഫ് എ, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും പ്രോബിലിറ്റി അപ്ലൈ ചെയ്യുന്നു. പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് യൂണിയൻ ഐ ഫ്രം 1 to n എ ഇൻ്റർസെക്ഷൻ ബി ഐ. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത, ഇത് നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഡിസ്ജോയിൻറ്റ് ഇവൻസിന്, പ്രോബിലിറ്റി ഓഫ് യൂണിയൻ ഓഫ് ഡിസ്ജോയിൻറ്റ് ഇവൻസിനെ സമ്മേഷൻ രൂപത്തിൽ എഴുതാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആക്സിയമാറ്റിക് ഡെഫിനിഷൻ്റെ മൂന്നാമത്തെ ആക്സിയമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സമ്മേഷൻ രൂപത്തിൽ എഴുതാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി ഐനെ ഇവിടെ നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതിയില്ലേ, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഐനെ നമ്മൾ പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ എന്ന് എഴുതിയില്ലേ, അതുപോലെ തന്നെ ഇവിടെ എഴുതും. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ, പ്രോബിലിറ്റീനെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഐനെ പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ എന്ന് എഴുതും. യൂണിയനെ നമ്മളെങ്ങനെ, യൂണിയൻ ഓഫ് ഡിസ്ജോയിൻറ്റ് ഇവൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓഫ് ഡിസ്ജോയിൻറ്റ് ഇവൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇനി ഈ ഇക്വേഷൻ നമ്പർ 1 എന്താണ്, ഈ ഇക്വേഷൻ നമ്പർ 1 പി ഓഫ് എക്ക് എന്ത് ചെയ്യും? ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇത് പ്രൂഫ് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും